മനതലങ്ങളിൽ മഹിത ദർശനങ്ങളുടെ മലർവാടിയായി മാറി മാനവ മനോമലർവാടിയിൽ മന്ദകാന്തിയുടെ മന്ദഹാസം പൊഴിച്ച് മിന്നിത്തിളങ്ങുന്ന ജാജ്വല താരകം അഖില ലോകത്തെയും സർവവസ്തുക്കളെയും സൃഷ്ടിക്കാൻ കാരണക്കാരനായ ആരംഭ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾ സ്വജീവിതത്തെക്കാൾ ഉപരിയായി പ്രേമിക്കുന്ന മുത്തുനബിയെ വഹാബി പാതിരിവർഗം പരിഹസിക്കുകയാണ്, വിമർശിക്കുകയാണ്. വഹാബികളുടെ നബി വിരോധ പരിഹാസ ആക്ഷേപത്തിനെതിരെ സുന്നി പണ്ഡിതന്മാർ നടത്തിയ പ്രൗഢമായ പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നേരിൽ കാണുക. പടയോട്ടം. നബിയെ ബഹുമാനിക്കുന്നവരാണ് വിജയികൾ, അവരാണ് മോചിതർ, അവരാണ് വിജയികൾ, അവരാണ് മുസ്ലിമീങ്ങൾ, അവരാണ് മുഅ്മിനീങ്ങൾ. എന്നാൽ പുത്തൻവാദികൾ എന്ത് ചെയ്തു? പുത്തൻവാദികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപമാനിക്കുന്നു, നബിയെ അപമാനിക്കുന്നു. ഔലിയാക്കളുടെ, ഔലിയാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ മാർഗം വിട്ടിട്ട് പുത്തൻ വാദങ്ങളിലേക്ക് ഇന്ന് സമൂഹം വ്യാപകമായിരിക്കുകയാണ്. സമൂഹം മഹാന്മാരെ അനാദരിക്കുകയാണ്, മഹാന്മാരെ നിന്ദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഏതുവരെ എന്നറിയാമോ? മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി മരിച്ചു. മരണ സന്ദർഭത്തിൽ പോലും അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നമുക്ക് ഓർമ്മ നൽകി. ആ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ. കേട്ടില്ലേ? പുത്തൻവാദികളായ ആളുകൾ മുഹമ്മദ് നബിയെ അപമാനിക്കുകയാണ്. ലോകത്ത് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് തിരുനബിയുടെ പ്രകാശത്തെയാണ് എന്നാണ് ഇസ്ലാമിക വിശ്വാസം. എന്നാൽ വഹാബി പാതിരി പരസ്യമായി ഇസ്ലാമിക വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു. ഖബല ഖൽഖിൽ ആലം, ആലമിനെ പടക്കുന്നത്. ആലം എന്ന് പറഞ്ഞാൽ എന്താ? മാ സിവൽ ബാരി സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെയുള്ളതെല്ലാം ആലമാണ്. അപ്പൊ അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം പഠിച്ചത് റസൂലുള്ളാഹിന്റെ നൂറാണ്. ഇത് കള്ളക്കഥയാണ്, ഇത് കള്ളക്കഥയാണ്. അല്ല, ഇത് ശുദ്ധ ഹദീസാകുന്നു, കള്ളക്കഥയല്ല മൗലവി. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതന്മാർ, ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെയാണ് ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഹദീസ് ഹിജ്റ 211 ബഹുമാനപ്പെട്ട ഹാഫിള് അബ്ദുർ റസാഖ് സ്വഹീഹുൽ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ രചയിതാക്കളായ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉസ്താദാണ്. ആ ഹാഫിള് അബ്ദുർ റസാഖിൽ അദ്ദേഹത്തിന്റെ മുസന്നഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താണ് ഹദീസ്? ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിക്കുന്നു. ജാബിർ ചോദിച്ചു, നബിയേ അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹുല്ലാഹ്, അല്ലാഹു സൃഷ്ടിച്ച വസ്തുക്കളിൽ വെച്ച് ആദ്യത്തേത് ഏതാണ് നബിയേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, അത് നൂറു നബിയിക യാ ജാബിർ ഖാല റസൂലുള്ളാഹി, അത് ജാബിറേ നിന്റെ പ്രവാചകരുടെ നൂറിനെയാണ് ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്.
എന്നാര് പറയുന്നു? റസൂലുള്ള മറുപടി പറയുന്നു. ഈ ഹദീസ് ഇമാം അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അള്ളാന്റെ റസൂലിന്റെ നൂറിനെയാണ് അള്ളാഹു ആദ്യമായി പടച്ചിട്ടുള്ളത് എന്ന ഈ ആശയം ഹദീസിലുള്ളതാണ്. മങ്കൂസ് ബോധില പറയുന്നത് ശുദ്ധ കളവാണ്, പച്ച നുണയാണ് എന്ന് സക്കരിയ പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ് ആണ് ലോകത്താദ്യം പടച്ചതെന്നതിന് യാതൊരു തെളിവുമില്ല. അപ്പൊ ഞാൻ അതിന് മറുപടി പറഞ്ഞു, ഹദീസിലുണ്ട്, മുസന്നഫിലുണ്ട്. അപ്പൊ സക്കരിയ ചോദിച്ചു, മുസന്നഫിൽ എവിടെയുള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഉണ്ട് മുസന്നഫിലിതാ, ആ നഷ്ടപ്പെട്ട നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഹദീസ് ഇതാ മുസന്നഫിന്റെ ആ നഷ്ടപ്പെട്ട കോപ്പിയുടെ ഭാഗങ്ങൾ ഇതാ എന്റെ കയ്യിൽ എന്ന് പറഞ്ഞ് ഹദീസൊക്കെ ഞാൻ വായിച്ചു കൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് ആ മറുപടി ചെന്നപ്പോ ഹനീഫ മൗലവി ആകെ അന്തം വിട്ടിരുന്നു. അപ്പൊ മൂപ്പര് പുതിയ ജനങ്ങളാകെ കബളിപ്പിക്കണം, എന്തോ ഒരു ഹലാക്ക് മൂപ്പരെ കയ്യിലുണ്ട് എന്ന രൂപത്തിൽ ഭയങ്കരമായ വെല്ലുവിളിയാണ്. ഒന്ന് കേട്ടോളൂ നിങ്ങൾ അയാളാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറുമായി ബന്ധപ്പെട്ട് അതാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത് ഞങ്ങൾക്കറിയാം, നിങ്ങളത് ഉയർത്തിക്കാണിക്കുമെന്ന്. പക്ഷേ വെല്ലുവിളിക്കുന്നു ഈ ചാലിയത്ത് വെച്ച്. ഇനി